കുട്ടികളെ ഇപ്പൊ നമ്മള് പുതിയ എപ്പിസോഡിലേക്ക് പോവാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ്. ഇത് നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡാണ് ഈ ചാപ്റ്ററിലെ. ഏത് മാട്രിക്സസ് ആൻഡ് ഡിറ്റർമിനന്റ്സ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് എപ്പിസോഡാണിത്. വളരെ ഇമ്പോർട്ടന്റും ആണ്. വളരെ ഇമ്പോർട്ടന്റ്. ടീച്ചർക്ക് ഏറ്റവും ഒടുവിലേക്ക് വെച്ചതാണ്. ഏറ്റവും നല്ലൊരു സംഭവമാണ്. അവസാനത്തേക്ക് വെച്ചതാണ് ടീച്ചർ കേട്ടോ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ടീച്ചർ അതിന്റെ പ്രോപ്പർട്ടീസും ജസ്റ്റ് പറയാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ കറക്റ്റ് ഡെഫിനിഷൻ ഒന്നും എഴുതാൻ നിൽക്കുന്നില്ല. അതിന്റെ ഷോർട്ടാക്കി എഴുതുന്നുണ്ടാവും. ആവശ്യമുള്ളവർ നോട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആദ്യത്തെ പരിപാടി ഇതാണ്. ഇപ്പൊ ഞാൻ 3x3 ആണ് ബേസിക് എടുക്കുന്നത്. അപ്പോ ഒരു മാട്രിക്സ് എടുക്കും. ഓക്കെ, ABC HI J ഇതാണ് ഒരു മാട്രിക്സ്. അപ്പോ ഈ മാട്രിക്സിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ്, ഈ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ എങ്ങനെ എഴുതും? ഇങ്ങനെ എഴുതും. എത്ര കൊണ്ട് കാര്യമുള്ളൂ. ഡിറ്റർമിനന്റ് ഈക്വൽ എന്ത് ചെയ്യും? ABCEFGHI J എന്നാണ് സംഭവം. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു മാട്രിക്സിനെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. ഒരു സ്കെലാർ കൊണ്ട് ഒരു മാട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആ മാട്രിക്സിനകത്തുള്ള എല്ലാ എലിമെന്റുകളും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ ഡിറ്റർമിനന്റിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു K എന്ന് പറയുന്ന കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും കയറി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യരുത്. മാട്രിക്സിൽ മാത്രമേ എല്ലാ എലമെന്റിനെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഡിറ്റർമിനന്റിനെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് 3 റോയും ഉണ്ട്, 3 കോളവും ഉണ്ട്. 3 റോയും ഉണ്ട്, 3 കോളം ഉണ്ട്. ഇതിൽ ഏത് റോ വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഏതെങ്കിലും ഒരു റോയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തിനോ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഈ K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ഒന്നുകിൽ KA KB KC ഞാൻ ഫസ്റ്റ് റോനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തിന് CK GK JK അതായത് തേർഡ് കോളത്തിന് മാത്രം ഏതെങ്കിലും ഒരു റോയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തിനോ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഏതിന്റെ കേസിൽ? ഡിറ്റർമിനന്റിന്റെ കേസിൽ. മാട്രിക്സിന്റെ കേസിൽ അങ്ങനെയല്ല. ഒരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് എല്ലാ എലമെന്റുകളെയും മൾട്ടിപ്ലൈ ചെയ്യുക. പക്ഷേ ഒരു ഡിറ്റർമിനന്റിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ ഏതെങ്കിലും ഒരു റോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളത്തിനോ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു മാട്രിക്സിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക, ഒരു സ്കെലാറിനെ ഒരു കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് എല്ലാ എലമെന്റുകളിൽ നിന്ന് എന്ത് ചെയ്യണം? പുറത്തേക്ക് എടുക്കണം, ഡിവൈഡ് ചെയ്യണം. പക്ഷെ അത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോയിൽ നിന്ന് ഒരു കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുക്കാം, രണ്ടാമത്തെ റോയിൽ നിന്ന് അടുത്തതിനെ പുറത്തേക്ക് എടുക്കാം, തേർഡ് റോയിൽ നിന്ന് അടുത്തതിനെ പുറത്തേക്ക് എടുക്കാം. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഡിറ്റർമിനന്റ് K into A which is equal to K raised to N into dict. ഓർമ്മയുണ്ടോ? ഈ പ്രോപ്പർട്ടി ഇതിൽ നിന്ന് വരുന്നതാണ്. എങ്ങനെയാ പറയുന്നത്? K ഒരു ഡിറ്റർമിനന്റിൽ നിന്ന് പുറത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ എന്താണോ ഓർഡർ, ആ ഓർഡർ Kയുടെ പവർ ആയിട്ട് വരും. ഇപ്പൊ ഇവിടെ ഓർഡർ എന്താ? 3 അല്ലേ? അപ്പൊ Kയുടെ ഒരു ഫുൾ മാട്രിക്സ് പുറത്തേക്ക് എടുക്കാൻ പറഞ്ഞാൽ, ഒരു ഫുൾ ഡിറ്റർമിനന്റ് പുറത്തേക്ക് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോന്ന് ഒരു K വരുന്നു, സെക്കൻഡ് റോന്ന് ഒരു K വരുന്നു, തേർഡ് റോന്ന് ഒരു K വരുന്നു. അങ്ങനെയാണ് ടോട്ടലി പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്താവുന്നത്? K raised to 3 അതായത് K raised to N എന്ന് പറയുന്ന ഫോമിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഡിറ്റർമിനന്റ് പുറത്തെടുക്കുമ്പോൾ നമുക്ക് ഒരു റോയിൽ നിന്ന് ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു കോളത്തിൽ നിന്ന് ഒരു കോൺസ്റ്റന്റ്, അങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. അപ്പൊ ഇതാണ് ആദ്യം നോക്കേണ്ട കാര്യം. മാട്രിക്സിൽ നിന്നും ഒരു മാട്രിക്സിനെ ഒരു കോൺസ്റ്റന്റുമായി മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിറ്റർമിനന്റിനെ ഒരു കോൺസ്റ്റന്റുമായി മൾട്ടിപ്ലൈ ചെയ്യുന്നു. തികച്ചും വ്യത്യസ്തമാണ്. മാട്രിക്സിൽ ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് എല്ലാ എലമെന്റുകളും ചെയ്യണം. പക്ഷെ ഡിറ്റർമിനന്റിനെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു റോയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളം, നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു റോയോ ഏതെങ്കിലും ഒരു കോളമോ ചെയ്യാനേ പാടുള്ളൂ. അപ്പൊ ഇതാണ് ആദ്യത്തെ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. നെക്സ്റ്റ്, ഇനി കൃത്യമായിട്ട് ഒന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പഠിക്കുന്നതാണ്. അതായത് ഞാൻ ഇതിന്റെ 2 റോ ഇന്റർചേഞ്ച് ചെയ്യണം. ഇതിപ്പോ ജസ്റ്റ് ഒരു 3x3 മാട്രിക്സ് ആണെന്ന് വിചാരിക്കുക. എന്താണെന്ന് വിചാരിക്കുക? 3x3 മാട്രിക്സ്. R1 R2 R3 ഷോർട്ട് ആക്കി എഴുതണം കേട്ടോ. R1 ഉദ്ദേശിക്കുന്നത് ഇതൊരു 3x3 മാട്രിക്സ് ആണ്. അപ്പൊ എത്ര കോളം ഉണ്ടായിരിക്കും? 3 കോളം ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. അപ്പൊ ഇത് R1 R2 R3 ഇതൊരു മാട്രിക്സ് എന്ന് വിചാരിക്കുക. ഇതിന്റെ ഫസ്റ്റ് റോനെ അടിച്ചാൽ എന്ന് വിളിക്കുന്നു R1, സെക്കൻഡ് റോനെ R2, തേർഡ് റോനെ എന്ന് വിളിക്കുന്നു R3. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഡിറ്റർമിനന്റ് ആണ്. അപ്പോ ഇതിലെ ഏതെങ്കിലും 2 റോസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ, നമുക്ക് ഇവിടെ ഉണ്ടാവുക, ഇവിടെ R2 ഞാൻ പരസ്പരം മാറ്റി, R1 പരസ്പരം മാറ്റി, R3യുടെ പൊസിഷൻ യാതൊരു, അതായത് റോ 3 ഞാൻ ചേഞ്ച് ചെയ്തില്ല, R1 R2 ഞാൻ എന്ത് ചെയ്തു? പരസ്പരം ചേഞ്ച് ചെയ്തു. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റിൽ ആകെ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? ഒരു നെഗറ്റീവ് പുറത്തേക്ക് വരും.
വരും. അതായത് ഏതെങ്കിലും റോസിന് ഇഷ്ടമുള്ള ഏതെങ്കിലും റോസ് തമ്മിൽ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഡിറ്റർമിനന്റിൽ ആകെ ഉണ്ടാവുന്ന ഒരു നെഗറ്റീവിന്റെ വ്യത്യാസമാണ്. ഇനി അതുപോലെ ആണെങ്കിൽ R2 R3 ജസ്റ്റ് ഒന്ന് ഇടയിൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? ഒരു നെഗറ്റീവ് പുറത്തേക്ക് വരും, എന്തായി മാറും? പ്ലസ് ആയി മാറും. ഇത് തന്നെ കോളത്തിലും, അതായത് ഈ 3 കോളത്തില് ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും എനിക്ക് ഇങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് ഡിറ്റർമിനന്റിൽ ആകെ എന്താ വ്യത്യാസം ഉണ്ടാവും? ഒരു നെഗറ്റീവ് പുറത്തേക്ക് വരും. വീണ്ടും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും എന്ത് വരും? പുറത്തു വരും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്യില്ല. റോയും അല്ലെങ്കിൽ കോളവുമാണ് ഇന്റർചേഞ്ച് ചെയ്യുക. അപ്പൊ ഏതെങ്കിലും 2 റോസ് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിലോ 2 കോളംസ് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിലോ ഡിറ്റർമിനന്റിൽ ആകെ ഉണ്ടാകുന്ന വ്യത്യാസം ഏതാണ്? നെഗറ്റീവ് ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ എത്രയേ ഉള്ളൂ? ഇപ്പൊ ഇതാണ് ഒരു എക്സാമ്പിൾ. അപ്പൊ ഇന്റർചേഞ്ചിങ് റോസ്, ഓർ കോളംസ് എന്താ ഉണ്ടാവുക? നെഗറ്റീവ് ഓഫ് ഡിറ്റർമിനന്റ്. എന്താ ഉണ്ടാവുക? നെഗറ്റീവ് ഓഫ് ഡിറ്റർമിനന്റ്. അപ്പൊ ഡിറ്റർമിനന്റ് എന്തായി മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. ഒരു തവണ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് വരും, വീണ്ടും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ പിന്നെ ഒരു നെഗറ്റീവ്, അപ്പൊ പോസിറ്റീവ് ആയി മാറും. അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യണം. ഇതാണ് ഫസ്റ്റത്തെ കാര്യം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൊച്ചു കാര്യമാണെന്ന് പറഞ്ഞിട്ട് വിടരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മക്കളൊന്ന് നോട്ട് ചെയ്യും. ഇത് ബോർഡൊന്ന് മാറ്റാം. നോട്ട് ചെയ്തു. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്. ഏതെങ്കിലും 2 റോസോ 2 കോളംസോ ഐഡന്റിക്കൽ ആണെങ്കിൽ, അതായത് ഒരേപോലെ ആണെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് 0 ആണ്. അതായത് ഫോർ എക്സാമ്പിൾ നോക്കൂ. ഇപ്പോ 1 2 3 4 5 6 again 1 2 3. അതായത് ഫസ്റ്റ് റോ എന്ത് ചെയ്യാണ്? റിപ്പീറ്റ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് റോയും തേർഡ് റോയും എന്താണ്? സെയിം ആണ്. അപ്പൊ അത് ഡിറ്റർമിനന്റ് നോക്കേണ്ട ആവശ്യമില്ല. ഡിറ്റർമിനന്റ് എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരുന്നുണ്ടാവുക. വേറെ ഒന്നും ചെയ്യേണ്ട. ഡിറ്റർമിനന്റ് എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരിക. ഇതുപോലെ ഏതെങ്കിലും 2 കോളംസോ ഐഡന്റിക്കൽ ആണെന്നുണ്ടെങ്കിലും ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. അതായത് ഇത്രയാണ്. ഇഫ് എനി 2 rows or columns are equal അല്ലെങ്കിൽ identical, then delta determinant equal to 0. determinant equal to 0. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് എന്താണ്? 1 2 3 4 5 6 2 4 6. ഇതിപ്പോ എന്താ ഉണ്ടായത്? 2 ഫസ്റ്റ് റോയില് 1 2 3 അതിന്റെ ഡബിൾ അല്ലേ തേർഡ് റോ എന്ന് പറയുന്നത്? 1 ഡബിൾ ആണ് 2, 2 ഡബിൾ ആണ് 4, 3 ഡബിൾ ആണ് എന്ത്? 6. അപ്പൊ എന്താ ചെയ്യുക? നമുക്ക് ഇതിന്റെ ഉള്ളത് കോമൺ ആയിട്ട് ലാസ്റ്റ് റോന്ന് 2 പുറത്തേക്ക് വിളിച്ചൂടെ? അപ്പൊ 2 പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുക? 1 2 3. ഇവിടെ 1 2 3, ഇവിടെ 1 2 3. ഒരു 2 പുറത്തെടുക്കുന്നുണ്ട് അല്ലെ? അതായത് 2 into determinant 1 2 3 4 5 6 1 2 3. ഇത് ഡിറ്റർമിനന്റ് എന്താ പറഞ്ഞത്? നമ്മൾ നേരത്തെ കണ്ടതല്ലേ? 2 റോ ഒരേപോലെ വരികയാണെങ്കിൽ 0. അപ്പൊ 2 into 0 is equal to 0. അപ്പൊ ഇത്രേ ഉള്ളൂ. ഏതെങ്കിലും 2 റോയോ ഏതെങ്കിലും 2 കോളമോ ഒരേപോലെ വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു റോ വേറെ റോയുടെ മൾട്ടിപ്പിൾ ആവുകയാണെങ്കിലോ, ഇവിടെ ഫസ്റ്റ് റോ എന്തായിരുന്നു? ഫസ്റ്റ് റോയുടെ മൾട്ടിപ്പിൾ ആയിരുന്നു തേർഡ് റോ. അങ്ങനെ വരുമ്പോൾ ഡിറ്റർമിനന്റ് എന്ത് വരും? 0 വരും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും 2 റോ പരസ്പരം എന്താണ്? 2 റോ സെയിം ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു റോയുടെ മൾട്ടിപ്പിൾ ആണ് വേറെ റോ, അല്ലെങ്കിൽ ഒരു കോളത്തിന്റെ മൾട്ടിപ്പിൾ ആണ് വേറൊരു കോളം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ഡിറ്റർമിനന്റ് ആയിരിക്കും വരിക? 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്തോളൂ. ജസ്റ്റ് എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ആണത്. ഞാൻ മതി ജസ്റ്റ് നോക്കിയോളൂ. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്. എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് A1 plus B A2 A3 B1 plus Q B2 B3 C1 plus R C2 C3. ഓക്കെ ആണല്ലോ? അതായത് ഫസ്റ്റ് കോളം മാത്രം എന്താണ്? 2 എണ്ണമായിട്ട് പ്ലസ് ചെയ്ത് കിടക്കുന്നത് അല്ലെ? ഇങ്ങനെ 2 എണ്ണമായി കിടക്കുമ്പോൾ നമുക്ക് ഇതിനെ പൊട്ടിച്ചെഴുതാം. എന്തെങ്കിലും എഴുതാം? ഈ ഡിറ്റർമിനന്റിനെ പൊട്ടിക്കാം. അതായത് ഈ ഫസ്റ്റ് കോളം മാത്രം നമുക്ക് എന്ത് ചെയ്യാം? പൊട്ടിക്കാം. എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാണ്. A1 B1 C1. ഇവിടെ എന്താ? A2 B2 C2. ഇവർക്കൊന്നും മാറ്റില്ല. A3 B3 C3. ഡിറ്റർമിനന്റ് പ്ലസ്, അതായത് ഇവിടെയൊക്കെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ്. വീണ്ടും ഡിറ്റർമിനന്റ് ആദ്യം ഫസ്റ്റ് ടീമിനെ എഴുതുന്നത്, ഞാൻ അടുത്ത സെറ്റിൽ എഴുതാൻ പോവാണ്. എന്താ എഴുതുന്നത്? P Q R. വീണ്ടും റിപ്പീറ്റ്. A2 B2 C2 A3 B3 C3. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പൊട്ടിച്ചെഴുതാൻ സാധിക്കും. എല്ലാതൊന്നും പറ്റില്ല. ഒരൊറ്റ കോളമോ അല്ലെങ്കിൽ ഒറ്റ റോയോ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പൊട്ടിച്ചെഴുതാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ ഓർക്കണം എന്ത് ചെയ്യാൻ? പൊട്ടിച്ചെഴുതാണ് വേണ്ടത്. ഓക്കെ. അപ്പൊ ഇതിന്റെ റോയിലാണെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് റോയ്ക്ക് വരാൻ എന്താണ്? A1 plus B A2 plus Q A3 plus R ആണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം B1 B2 B3 C1 C2 C3 ആണെങ്കിൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? റോയും പൊട്ടിച്ച്
എഴുതാം. അപ്പൊ പൊട്ടിച്ചെഴുതുമ്പോൾ ഫസ്റ്റത്തെ ആൾക്കാർ ആദ്യത്തെ മാട്രിക്സിൽ എഴുതാം, ഡിറ്റർമിനൽ എഴുതാം, പിന്നത്തെ ആൾക്കാരെ അടുത്ത ഡിറ്റർമിനൽ എഴുതാം. മറ്റു റോസിലൊന്നും മാറ്റമൊന്നും ഇല്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് പ്രോപ്പർട്ടി ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. അതായത് നമുക്കിതില് ഇപ്പൊ ഈ ഒരു മാട്രിക്സ് അല്ലെങ്കിൽ ഈ ഒരു ഡിറ്റർമിനന്റ് എന്തെങ്കിലും എടുത്തോളൂ. അതില് ഏതെങ്കിലും ഒരു റോയുടെ കൂടെ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേറൊരു റോയുടെ ആഡ് ചെയ്ത് എഴുതാണ്. അത് നമുക്ക് കുറച്ച് പ്രോബ്ലം വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഏതെങ്കിലും ഒരു റോയുടെ കൂടെ ഒരു നമ്പറിൽ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യണം, വേറൊരു റോ ആയിട്ട് ആഡ് ചെയ്ത് എഴുതുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അതായത് എനിക്കിപ്പോ ഇതിന്റെ കൂടെ 2നെ മൾട്ടിപ്ലൈ ചെയ്ത് എനിക്ക് ഇതുകൊണ്ട് ആഡ് ചെയ്ത് തോന്നി, ഇത് സെക്കൻഡ് റോ ആയിട്ട് ആഡ് ചെയ്ത് എഴുതി, അങ്ങനെയൊക്കെ വരുമ്പോഴൊന്നും എന്ത് വരില്ല, യാതൊരു വ്യത്യാസവും ഡിറ്റർമിനന്റിന് വരില്ല. അത് തന്നെ കോളത്തിലും ഏതെങ്കിലും ഒരു കോളത്തിൽ ഏതെങ്കിലും നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്യാണ്ടയോ അല്ലെങ്കിൽ മറ്റൊരു കോളമായിട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു മാറ്റവും ഡിറ്റർമിനന്റില് ഉണ്ടാവില്ല. നമുക്കത് പ്രോബ്ലം കാണുമ്പോൾ കുറച്ചുകൂടി ഒന്ന് വ്യക്തമാവും. നമ്മൾ ഒന്ന് നോട്ട് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. നോട്ട് ചെയ്യും. ഇത് 2019 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, അതായത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ശ്രദ്ധിക്കുക. ഇഫ് എ ബി സി ആർ ഡിസ്റ്റിങ്ക്ട് റിയൽസ് ആൻഡ് ദ ഡിറ്റർമിനന്റ് എ ക്യൂബ് പ്ലസ് 1 എ സ്ക്വയർ എ, ബി ക്യൂബ് പ്ലസ് 1 ബി സ്ക്വയർ ബി, സി ക്യൂബ് പ്ലസ് 1 സി സ്ക്വയർ സി ഈക്വൽ ടു 0, ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0. Then the product of A, B, C. Then product A, B, C. എപ്പോഴും ഈ രണ്ട് ഓപ്ഷൻസ് നോക്കാവുന്നത്. A equal to -1, B equal to 0, C equal to 1, D equal to 2, E equal to 3. ഞാൻ പറഞ്ഞിട്ട് എപ്പോഴും എന്ത് നോക്കണം, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നാണ് നോക്കേണ്ടത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? A, B, C ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആയിക്കോട്ടെ, A, B, C നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ എന്ത് തന്നിട്ടുണ്ട്, ഈ ഡിറ്റർമിനന്റ് എന്താ തന്നിട്ടുണ്ട്, 0 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഡിറ്റർമിനന്റ് തുടങ്ങുന്നത് ഞാൻ എന്താണ്, A ക്യൂബ് പ്ലസ് 1 ബി ക്യൂബ് പ്ലസ് 1 സി ക്യൂബ് പ്ലസ് 1, ഇവിടെ എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ എ ബി സി, ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എപ്പോഴും ഈ ഡീസ് നമ്മൾ പ്രോബ്ലം തുടങ്ങാൻ പോകും കേട്ടോ. ശ്രദ്ധിക്കണം, നമ്മളൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ, ഡിറ്റർമിനന്റ് ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും കോൺസ്റ്റന്റിനെ ഏതെങ്കിലും റോയിൽ നിന്നോ കോളത്തിൽ നിന്നോ പുറത്തേക്ക് എടുക്കാനുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഫുൾ എ ഉണ്ട്, പക്ഷെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ സാധിക്കില്ല, കാരണം +1 ഉണ്ടല്ലോ, പ്യൂറായിട്ട് പുറത്തേക്ക് പോരില്ല. അപ്പോൾ അത് പറ്റില്ല. അതുപോലെ ഇങ്ങനെ റോ വൈസ് കോളം വൈസ് നോക്കണമെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് ഒന്നുമില്ല, അപ്പോൾ ഡിഫറെന്റ് ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, പുറത്തേക്ക് എടുക്കാൻ സാധിക്കില്ല. അപ്പൊ ആദ്യത്തെ ചടങ്ങാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ ഈ ഡിറ്റർമിനന്റ് കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുക്കാനുണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആരും പുറത്തേക്ക് എടുക്കാനൊന്നും ഇല്ല. നെക്സ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു, ഏതെങ്കിലും റോയോ കോളമോ പൊട്ടിച്ചെഴുതാനുണ്ടോ നോക്കണം. രണ്ടാമത്തെ ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന കാര്യം. നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടീസിന്റെ തീരുന്നല്ല പഠിക്കേണ്ടത്, ഇതാണ് ഫോളോ ചെയ്യേണ്ട കാര്യം. ഏതെങ്കിലും ഒരു റോയോ കോളമോ പൊട്ടിച്ചെഴുതാൻ ഉണ്ടോ? ഉണ്ട്. നോക്കൂ, ഫസ്റ്റ് കോളം പൊട്ടിക്കാനില്ലേ, നമ്മൾ രണ്ടെണ്ണമായി കിട്ടുന്നുണ്ടില്ലേ, നമുക്ക് പൊട്ടിച്ചെഴുതാം, ഓർമ്മയില്ലേ? അപ്പൊ ഞാൻ എന്ത് ടീച്ചറെ പൊട്ടിക്കാൻ പോകണം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം, ആദ്യം എന്താ വരിക, എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ്, ഇവിടെ എന്താ എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ എ ബി സി, യാതൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഫസ്റ്റ് റോയില് ആദ്യത്തെ ആൾക്കാരെ മാത്രം എഴുതി, പ്ലസ് എല്ലാം പ്ലസ് ആണ്. 1 1 1 എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ, മാറ്റില്ല, എ ബി സി വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെയല്ലേ പറയുന്നത്, ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇനി ആരെങ്കിലും കോമൺ ഉണ്ടോ, പുറത്തേക്ക് വലിക്കാനുണ്ടോ? ഉണ്ട്, പുറത്തേക്ക് വലിക്കാനുണ്ടല്ലോ. ആരെ പുറത്ത് വലിക്കാനുള്ളത്? ഏനെ പുറത്ത് വലിക്കാം. ഫസ്റ്റ് റോയിൽ നിന്ന് ആരെ പുറത്തേക്ക് വലിക്കാം, ഏനെ പുറത്തേക്ക് വലിക്കാം. അപ്പൊ ഇവിടെ എന്താ, എ സ്ക്വയർ എ 1, ഓക്കെ ആണല്ലോ. ഇനി സെക്കൻഡ് റോയിൽ നിന്ന് ആരെ പുറത്തേക്ക് വലിക്കാം, ബി യെ പുറത്ത് വലിക്കാം. അപ്പൊ ബി സ്ക്വയർ ബി 1. തേർഡ് റോയിൽ നിന്ന് ആരെ പുറത്തേക്ക് വലിക്കാം, സീനെ പുറത്ത് വലിക്കാം, സി. അപ്പൊ സി സ്ക്വയർ സി 1 പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എന്താണ്, 1 1 1 എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ എ ബി സി ഈക്വൽ ടു 0. ക്ലിയർ ആണല്ലോ? എന്താ ചെയ്തത്, നമുക്ക് നോക്കുമ്പോൾ പൊട്ടിക്കാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്, പൊട്ടിച്ചു. എന്താക്കി, ഫസ്റ്റ് കോളത്തിന് രണ്ടെണ്ണാക്കി പൊട്ടിച്ച് എഴുതി. ഫസ്റ്റ് കോളത്തിന് മാത്രമേ പൊട്ടിക്കണ്ടൂ, സെക്കൻഡ് കോളവും തേർഡ് കോളവും യാതൊരു മാറ്റവും ഇല്ല. ഇനി നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഇതിൽ കോമൺ ആയിട്ട് ഫസ്റ്റ് റോന്നും സെക്കൻഡ് റോന്നും തേർഡ് റോന്നും എയും ബിയും സിയും അത് അനുസരണം പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇനി നമുക്ക് നോക്കുമ്പോൾ ഇത് ഈക്വൽ ടു 0, ഓക്കെ ആണല്ലോ. നമുക്ക് എ ബി സി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിനെ ലക്ഷ്യമാക്കി വേണം നമ്മുടെ കാര്യങ്ങൾ പോകാൻ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇത് സെയിം അല്ല, ഇത്
ഏതാണ്ട് സെയിം അല്ലേ ഇവർ രണ്ടുപേരും? അതായത് 1 1 ഉണ്ട്, ഇവിടെയും 1 1 ഉണ്ട്, സ്ക്വയറുകളുണ്ട്, എ ബി സി ഉണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർഡർ ഒന്ന് സെയിം ആക്കിയാൽ പോരെ? ഓർഡർ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യണം? സെയിം ആക്കണം. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യണം? നമുക്ക് ഇതിനൊന്ന് ഇതുപോലെ ആക്കാം. ഏത്? ഈ ഡിറ്റർമിനന്റിനെ ഇതുപോലെ ആക്കാം. എന്ത് ചെയ്താൽ മതി? കോളംസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താൽ പോരെ? ഇന്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യാണ്? നോക്കൂട്ട കുട്ടികൾ, അതായത് ഇതെന്താണ്? നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനെ C1 എന്ന് വിളിക്കാം, ഇത് C2, ഇതെന്താണിത്? C3. C1 C2 C3. ഓക്കെ, C1 C2 C3. അപ്പൊ ഇവിടുത്തെ C1 ആരാ എടുക്കുന്നത്? C3 എടുക്കുന്നത് അല്ലെ? അപ്പൊ ഇതാണ് C1 അല്ലെ? എന്താ ചെയ്യണത്? ഞാൻ ഈ ഡിറ്റർമിനന്റ് ഇതുപോലെ ആക്കാൻ പോവാണ്. അതായത് ഇവിടുത്തെ C1 ഞാൻ C1 കൊടുത്തു, കുഴപ്പമില്ലല്ലോ. ഈ ഡിറ്റർമിനന്റ് പോലെയാണ് ഇതിനാക്കാൻ പോകുന്നത്, ഇതുപോലെയാണ് ഇതിനാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിന്റെ റോള് C1 C2 C3 എന്ന് വെച്ചു. അപ്പൊ ഈ 1 1 1 ഇവിടെ ആരാണ്? C1 ആണ്. അപ്പൊ അതേ പേര് തന്നെ ഇവിടെ കൊടുത്തു. ABC ഇവിടെ ആരാണ്? C3 ആണ്. അപ്പൊ ഇതാരാ? C3. നെക്സ്റ്റ് ഇതാരാണ്? C1 സോറി C2 ആണ്. അപ്പൊ ഇതെന്താ? C2. നമുക്ക് എന്ത് ചെയ്യണം? C1 ഇവിടേക്ക് വരണം, C2 ഇവിടേക്ക് വരണം, C3 അപ്പുറത്തേക്ക് വരണം. അങ്ങനെയല്ലേ വേണ്ടത്? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം മോഡലാക്കാം. ആദ്യം C1 വരുത്തണം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? C1 വരുത്തണം. അപ്പൊ C1 പുറത്തേക്ക് വരുത്തുമ്പോ C2 എന്ത് ചെയ്യും? C2 ഇങ്ങോട്ട് C2നെ ഈ C1 പൊസിഷനിലേക്ക് മാറ്റുക, C1നെ C2 പൊസിഷനിലേക്ക് മാറ്റുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, അത്രേ ഉള്ളൂ. അപ്പൊ അത് C1 ആക്കിയത് എന്താക്കി? C2. C3 മാറിയിട്ടില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം, രണ്ട് കോളംസ് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു നെഗറ്റീവ് വരും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്? C1 C3 C2 ഇതിപ്പോ ഇങ്ങനെ എടുക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നടുവിൽ എന്ത് വേണം? തേർഡ് വൺ ആരുടെ? C2 സോറി സെക്കൻഡില് C2 വരണം, പിന്നെ എന്ത് വരണം? C3. അപ്പൊ ഇവരെ വീണ്ടും ഇന്റർചേഞ്ച് ചെയ്താൽ പോലെ? ഇവരെ വീണ്ടും എന്ത് ചെയ്യണം? ഇന്റർചേഞ്ച് ചെയ്യണം. ഒന്നും കൂടി ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ മൈനസ് C1 C2 C3. അപ്പൊ ഒരു മൈനസ് ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും കൂടി നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ വീണ്ടും എന്ത് വന്നു? പ്ലസ് വന്നു. ഇപ്പോ ഈ മാട്രിക്സ് തന്നെയല്ലേ, ഈ ഡിറ്റർമിനന്റ് തന്നെയല്ലേ, ഈ ഡിറ്റർമിനന്റ് സെയിം അല്ലേ? ഇതാണ് ഇപ്പൊ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് രണ്ട് സെയിം അല്ലേ? ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയണമെന്നുണ്ടോ? പറയണമെന്നുണ്ടെങ്കിൽ പറയാം. കുറച്ചുകൂടി വ്യക്തമായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എഴുതാം. എന്താ വേണ്ടത്? എനിക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ 1 1 1 ഇവിടേക്ക് വരണം അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ 1 1 1 ഇങ്ങോട്ടേക്ക് എഴുതി, ഇയാളെ അപ്പുറത്തേക്ക് എഴുതി. A² B² C² അപ്പുറത്തേക്ക് എഴുതി. ABCക്ക് യാതൊരു മാറ്റവും ഇല്ല. പക്ഷെ ഞാൻ ഡിറ്റർമിനന്റ് മാറ്റി തിരിക്കുന്നത് നെഗറ്റീവ് പുറത്തേക്ക് വന്നു. പിന്നെ ഞാൻ വീണ്ടും എന്ത് ചെയ്തു? ഇവർ രണ്ടുപേരും തിരിക്കണം അല്ലെ? ഇവർ രണ്ടുപേരും തിരിക്കുമ്പോൾ വീണ്ടും മാറ്റി 1 1 1 A² B² C² ABC. അപ്പൊ വീണ്ടും നെഗറ്റീവ് പുറത്തേക്ക് ചാടും. അപ്പൊ എന്ത് വരും? പ്ലസ് ആയി മാറും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഡിറ്റർമിനന്റ് തന്നെയാണ് സെയിം ആണ്, സെയിം ഡിറ്റർമിനന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ABC ഇൻറ്റു ഡിറ്റർമിനന്റ് എന്തെഴുതാം? 1 1 1 A² B² C² ABC അല്ലെ? പ്ലസ് വീണ്ടും എന്താ? ഡിറ്റർമിനന്റ് ഓഫ് 1 1 1 A² B² C² ABC ഈക്വൽ ടു 0 ആണല്ലോ. അതായത് ഇത് വീണ്ടും തിരിച്ച് സെയിം മാട്രിക്സ് ആയപ്പോ ഈക്വൽ ടു എഴുതി. ഇപ്പൊ നോക്കൂ, രണ്ടും സെയിം അല്ലേ? ആ സെയിം ആയിട്ടാണ് ഞാൻ പുറത്തേക്ക് വലിക്കട്ടെ. അപ്പൊ ആ ഡിറ്റർമിനന്റ് ഞാൻ എന്ത് ചെയ്യണം? പുറത്തേക്ക് വലിക്കാം. ഡിറ്റർമിനന്റിനെ മാത്രം ഞാൻ പുറത്തേക്ക് വലിക്കാണ്. 1 1 1 A² B² C² ABC പുറത്തേക്ക് വലിക്കുമ്പോൾ ഇവിടെ ആരുണ്ടായിരുന്നത്? ഒരു ABC എക്സ്ട്രാ ഉണ്ടായിരുന്നില്ലേ? ABC പ്ലസ് പിന്നെ ഇതുപോലെ നോക്കുമ്പോൾ ആരുണ്ട്? 1 ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ABCയുടെ വാല്യൂ അറിയേണ്ടത് അല്ലെ? രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 അല്ലെങ്കിൽ ഒന്നുകിൽ ഇയാള് 0 ആണോ അല്ലെങ്കിൽ ഇപ്പുറത്തെ ആള് 0 ആണോ. നമുക്ക് ABC വേണ്ടത്. അപ്പൊ ഇയാളെ 0 ആക്കാം. ABC പ്ലസ് 1 ഈക്വൽ ടു 0. അതായത് ABC ഈക്വൽ ടു -1. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് എന്ത് പൊട്ടിച്ചു, കോളംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതി. അപ്പൊ തന്നെ എന്ത് കിട്ടി? ആൻസർ കിട്ടി. ഇത്രേ ഉള്ളൂ മക്കളെ. ഇത് ഒന്ന് ശ്രദ്ധിക്കണം. ഇത്രേ ഉള്ളൂ. അതും ചെയ്ത് ശീലമാകുമ്പോഴേ നമുക്കത് കയ്യിൽ വരുള്ളൂ. ഓക്കെ, അപ്പൊ ഒന്ന് നോട്ട് ചെയ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ? 2017 ഒരു ചോദ്യമാണ്. ഡിറ്റർമിനന്റ് ഓഫ് 1 1 1 PQR plus 1 equal to what? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ദാ Q minus P, Q plus P, Q P 0. അപ്പോൾ ടീച്ചർ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആദ്യം എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ പുറത്തേക്ക് വലിക്കാറുണ്ടോ? ഇവിടെ ഇല്ല. ഇവിടെ PP, പക്ഷെ ഇവിടെ എന്താണ്? 1 ആണ്, പുറത്ത് വലിക്കാൻ പറ്റില്ല. ഇവിടെ QQ പക്ഷെ പറ്റില്ല. റോ ആയിട്ടും പുറത്ത് വലിക്കാൻ പറ്റില്ല. അപ്പൊ കോൺസ്റ്റന്റ് പുറത്ത് നമുക്ക് കാര്യം നടക്കില്ല. ഇനി ഏതെങ്കിലും റോയോ ഏതെങ്കിലും ഒരു കോളമോ പ്ലസ് ആയിട്ട് കിടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതിലാകെ ഈ എലമെന്റ് മാത്രമേ പ്ലസ് ആയിട്ട് കിടക്കുന്നുള്ളൂ. അതുകൊണ്ട് വലിയ കാര്യമില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എപ്പോഴും ഇങ്ങനെ 1 1 1 വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞിട്ട്
1 1 1 വരുമ്പോ ഏതെങ്കിലും രണ്ട് വൺ എന്താക്കുക 0 ആക്കുക. ഏതെങ്കിലും രണ്ട് വൺ എന്താക്കുക 0. എപ്പോഴും ശ്രദ്ധിക്കണം, ഈ 1 1 1 വരുമ്പോൾ ഏതെങ്കിലും രണ്ട് വൺ എന്താക്കണം 0 ആക്കണം. അപ്പൊ അതിനെന്ത് ചെയ്യണം, എലിമെന്ററി ഓപ്പറേഷൻ ചെയ്യണം. അതായത് എന്ത് ചെയ്യണം, ഡിറ്റർമിനന്റ് മൈനസ് എന്തെങ്കിലും ചെയ്യണം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം, ഞാന് ഈ രണ്ട് കോളത്തില്, ഇതിപ്പോ കോളത്തിലാണ് എടുക്കുന്നത്, ഫസ്റ്റ് സെക്കൻഡ് കോളത്തിലെയും തേർഡ് കോളത്തിലും 1 എന്ത് ചെയ്യാൻ പോവാണ് 0 ആക്കാൻ പോവാണ്. സെക്കൻഡ് കോളത്തിലെയും തേർഡ് കോളത്തിലെയും 1 എന്താക്കാൻ പോവാണ് 0 ആക്കാൻ പോവാണ്. അതായത് ആർക്കും മാറ്റമില്ല, C1ന് യാതൊരു മാറ്റവും ഇല്ല. യാതൊരു മാറ്റവും ഇല്ലാത്തത് കൊണ്ട് C1നെ ടീച്ചർ എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ എഴുതുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യാൻ പോകുന്നു, ഇതിന് 0 ആക്കാൻ പോകുന്നല്ലേ പറഞ്ഞ C2നെ. അപ്പൊ C2 ചേഞ്ച് ചെയ്യാൻ പോകേണ്ടത് ഒന്നും എഴുതാവുന്നില്ല, ഞാൻ ജസ്റ്റ് എഴുതി കാണിച്ചതേ. നിങ്ങളത് കുറച്ച് നിങ്ങൾ സ്പീഡ് ആവും, തന്നെ എഴുതാണ്ടിരിക്കുക ആവാം. അപ്പോ C2 ചേഞ്ച് ചെയ്യാൻ പോണേ. ഏതാണോ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് അതിന്റെ കൂടെ വേണം പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനും ഒക്കെ ചെയ്യേണ്ടത്. ഓക്കെ, ഞാന് ആരെയാണോ 1 ആക്കി നിർത്തിയിട്ടുള്ളത് അയാളിൽ നിന്നാണ് മൈനസ് ചെയ്യാൻ പോണത്. ഓക്കെ, ഇയാളെ മാറ്റുന്നില്ലല്ലോ, ഈ 1 മാറ്റുന്നില്ലല്ലോ, ഇവർ രണ്ടുപേരും 0 ആക്കാനാണ് പോണത്. അപ്പൊ ഇവർ രണ്ടുപേരും 0 ആക്കുമ്പോൾ ഇയാൾക്ക് മാറ്റില്ല. ഈ 1നെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവർ രണ്ടുപേരും 0 ആക്കാൻ പോകുന്നത്. ഇതിപ്പോ ആരാണെങ്കിലും ഉപയോഗിക്കാട്ടോ. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒന്ന് മൈനസ് ചെയ്യണം. അപ്പൊ C2നെ ഇത് 0 ആക്കാൻ എന്ത് ചെയ്യണം, C2നെ 0 ആക്കാൻ C1 മൈനസ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ C1 മൈനസ് C2 അങ്ങനെ ചെയ്യരുത്, C1 മൈനസ് C2 അങ്ങനെ ചെയ്യരുത്. ആരെയാണോ 0 ആക്കേണ്ടത് അയാളെ വേണം ആദ്യം ഉപയോഗിക്കാൻ. അതായത് C2ലുള്ള ആളെയാണ് 0 ആക്കാൻ പോണത്. അപ്പൊ C2 മൈനസ് ആര്, C2 മൈനസ് C2 മൈനസ് C1. അപ്പൊ 1 മൈനസ് 1 എന്ത് വരും 0. അതുപോലെ Q മൈനസ് P അഗെയിൻ Q മൈനസ് P. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, C3 തേർഡ് കോളത്തിലുള്ള 1നെയാണ് 0 ആക്കാൻ പോകുന്നത്. അപ്പൊ C3 ചേഞ്ച് ചെയ്യാൻ പോവാണ്. ആരെയാണോ ചേഞ്ച് ചെയ്യുന്നത് അയാളിൽ നിന്ന് വേണം കൂട്ടാനും കുറയ്ക്കാനും. ഓക്കെ, അപ്പൊ ഞാൻ C3 ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ C3നെ ആദ്യം എഴുതി. അപ്പോൾ 1 ആണ് ഇയാൾ ഉപയോഗിക്കുന്നു. ഇയാളെങ്കിലും ഉപയോഗിക്കാട്ടോ, കുഴപ്പമില്ല. പക്ഷെ ടീച്ചർ തൽക്കാലത്തിൽ ഉപയോഗിക്കുന്നു, ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ 1 മൈനസ് 1 C3യിൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം, C1നെ മൈനസ് ചെയ്യണം. അങ്ങനെ തന്നെ ചെയ്യണം. C3 മൈനസ് C1 1 മൈനസ് 1 കൈ വെച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. 1 മൈനസ് 1 എന്ത് വരും 0. R മൈനസ് P R പ്ലസ് 1 മൈനസ് P R പ്ലസ് 1 മൈനസ്. ക്ലിയർ ആയി? എന്തിനൊക്കെ 0 ആക്കിയത്, ഇത് നമുക്ക് ഡിഫറെന്റ് ഇത്രയും കാണേണ്ട ആവശ്യമുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഇനി നോക്കി ഈ സെക്കൻഡ് കോളത്തിൽ ആരാ കോമൺ 0 0 എന്നാണെങ്കിൽ പുറത്തെടുക്കാം. Q മൈനസ് P ഉണ്ട്, പുറത്തേക്ക് വലിച്ചൂടെ. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യാണ്, Q മൈനസ് Pനെ സെക്കൻഡ് കോളത്തിൽ നിന്ന് പുറത്തേക്ക് ചടിച്ചു. അപ്പൊ പിന്നെ ബാക്കി ഇവിടെ മാറ്റിയ 1 P 0 ഇയാൾ പോകുമ്പോ 1 1 0 R മൈനസ് P R പ്ലസ് 1 മൈനസ് P കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം, സീറോസ് കൂടുതലുള്ള റോ വെച്ചിട്ട് ചെയ്യണം. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ടാമത് 0 ആക്കി കളയുന്നത്. ഇനി 1 ഇൻറ്റു ഇത് എഴുതി മൈനസ് ഇത് എഴുതി. അപ്പൊ എന്ത് വരും, Q മൈനസ് P ഇൻറ്റു 1 ഇൻറ്റു. അപ്പൊ എന്ത് വരും, R പ്ലസ് 1 മൈനസ് P മൈനസ് R മൈനസ് P. അപ്പൊ മൈനസ് R മൈനസ് P എന്ന് പറയുമ്പോ മൈനസ് R പ്ലസ് P. ഓക്കെ ആണല്ലോ. ഒരു സീക്വൻസ് നമുക്ക് അറിയാൻ ക്യാൻസൽ ചെയ്യണ്ടോ, ഉണ്ടല്ലോ, ധാരാളം ഉണ്ട്. P ക്യാൻസൽ ചെയ്തു, R ക്യാൻസൽ ചെയ്തു, 1 അല്ലേ ഉള്ളൂ. അതായത് Q മൈനസ് P ഇൻറ്റു 1 which is equal to Q minus P, which is the option. Okay, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്തു, ആദ്യം കോൺസ്റ്റന്റ് വരയ്ക്കാൻ നോക്കി, നടന്നില്ല. പൊട്ടാനുണ്ടോ എന്തെങ്കിലും പൊട്ടിച്ചെഴുതാണ്ടോ നോക്കി, അതും ഇല്ല. പിന്നെ നോക്കുമ്പോൾ ഉള്ളത് ആരാ 1 1 1. അത് എപ്പോഴും ശ്രദ്ധിക്കണം. 1 1 1 ഉണ്ടെങ്കിൽ ഏതെങ്കിലും രണ്ട് 1 എന്താക്കി വേണം 0 ആക്കി കളയണം. വേണമെങ്കിൽ ഇത് രണ്ടുപേരും 0 ആക്കാം, ആര് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തു, 2 3 0 ആക്കി. അപ്പൊ ഇയാളെ മാറ്റില്ല, ഇവരെ മൈനസ് ചെയ്യണം. ഒരാള് മൈനസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം, ഒരാൾ 0 ആക്കുമ്പോൾ ഏത് കോളത്തിൽ അല്ലെങ്കിൽ ഏത് റോയിലാണോ ചെയ്തത് അയാളിൽ നിന്ന് വേണം മൈനസോ അല്ലെങ്കിൽ പ്ലസോ ചെയ്യാനായിട്ട്. അപ്പൊ അത് മറക്കാതെ ചെയ്യണം. C3 മൈനസ് എന്തായിരിക്കും 0 ആയിരുന്നു. ക്ലിയർ ആയി ചോദിക്കും മക്കള്. ഇത് ശ്രദ്ധിക്കണം, ചെയ്യണം. ഇത് ചെയ്ത് നോക്കണം. മക്കള് ചെയ്താലേ വരുള്ളൂ കേട്ടോ. ചെയ്തിട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ എന്നോട് പറയണം. പറഞ്ഞില്ലെങ്കിൽ ടീച്ചർക്ക് അറിയില്ല, നിങ്ങൾ പറയാണ്ടേ അറിയില്ല. അപ്പൊ ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മക്കളതൊന്ന് നോട്ട് ചെയ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ചോദ്യം? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് cos square 54 degree, cos square 36 degree, cot 135 degree, sin square 53 degree, cot 135 degree, sin square 37 degree, cot 135 degree, cos square 25 degree, cos square 65 degree. ഓപ്ഷൻസ് എന്താണ്? -2, -1, 0, 1, 2. ഒരു കാര്യം നോട്ട് ചെയ്യണം, നമ്മുടെ മെറ്റീരിയൽ ചെറിയൊരു തെറ്റുണ്ട്. ടീച്ചറിന്റെ കൈപ്പടയാണെന്ന് അറിയാലോ, ടീച്ചർ എഴുതിയ മെറ്റീരിയലാണ്. ചെറിയൊരു തെറ്റിന് ക്ഷമിക്കണം. എന്താണ് അതിൽ sin square 33 degree എന്നാണ് എഴുതിയിരിക്കുന്നത്. മക്കൾ കറക്റ്റ് ചെയ്യണം.
53 ആണ്, 33 അല്ല 53 ഡിഗ്രി ആണ്. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്യും. അപ്പൊ ഇത് നമുക്ക് വെറുതെ ഒരു ഇൻസ്ട്രുമെന്റിന്റെ മാത്രം പ്രോപ്പർട്ടി അറിഞ്ഞാൽ പോരാന്നാണ്. എന്തുകൂടെ അറിയണം, നമ്മുടെ ട്രിഗണോമെട്രി കൂടി നമുക്ക് കുറച്ച് അറിയണം. ഓക്കെ, അപ്പൊ അത് ഇത്രേ ഉള്ളൂ. ഒരു കാര്യം നോക്കിയാൽ മതി. ജസ്റ്റ് 54 എന്ന് പറഞ്ഞ ആംഗിളും 36 എന്ന് പറഞ്ഞ ആംഗിളും അവർ രണ്ടുപേരും കൂട്ടുമ്പോൾ എത്ര കിട്ടുക? 90 ആണ് അല്ലെ? കോംപ്ലിമെന്റ് ആംഗിൾസ് ആണ് അല്ലെ? അപ്പൊ കോംപ്ലിമെന്റ് ആംഗിൾസ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. എന്താ എഴുതാം? കോസ് 54നെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 36 എഴുതാം. ഓർമ്മയുണ്ടോ? അതായത് കോസ് 54നെ നമുക്ക് എന്ത് എഴുതാം? അതിന്റെ കോംപ്ലിമെന്റ് ആംഗിൾ ആക്കാം. 54ന്റെ കോംപ്ലിമെന്റ് ആരാ? കോംപ്ലിമെന്റ് ഉദ്ദേശിക്കുന്നത് ആരെ കൂട്ടിയാലാണ് 90 കിട്ടുന്നത്. അതായത് 54ന്റെ കൂടെ 36 കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 90 കിട്ടുന്നത്. അപ്പൊ കോസ് 54 എന്ന് പറയുന്നത് ആരോട് ഈക്വൽ ആണ്? സൈൻ 36നോട് ഈക്വൽ ആണ്. ഈ പ്രോപ്പർട്ടി ഓർമ്മ ഉണ്ടാവും അല്ലെ? കോസ് എന്താണ്? 90 മൈനസ് എ ഈക്വൽ ടു സൈൻ എ. ഓർമ്മ ഉണ്ടാവും. ഇത്രേ ഉള്ളൂ. അതിന്റെ കോംപ്ലിമെന്റ് ആംഗിൾ ആക്കുമ്പോ ജസ്റ്റ് കോസായി ആരായി മാറും? സൈനായി മാറും. എനിക്ക് ഇതിന്റെ അകത്ത് ആംഗിൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നോക്കപ്പോൾ 54 × 36 ഉണ്ട്. രണ്ട് പവർ രണ്ട് ആംഗിളായിട്ട് എടുക്കുന്നത്. അപ്പൊ ആംഗിൾ സെയിം ആക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആംഗിൾ സെയിം ആക്കണം എന്നുണ്ടെങ്കിൽ 54 ന് 36 അല്ലെങ്കിൽ 36 എന്താക്കാം 54 എന്ത് വേണേലും ആക്കാട്ടോ. ടീച്ചർ ഇപ്പൊ എന്ത് ചെയ്യുന്നു? 54 എന്താക്കണു? 36. അപ്പൊ കോംപ്ലിമെന്റ് ആംഗിൾ ആയിട്ട് മാറുമ്പോൾ കോസ് ആരായി മാറും? സൈനായിട്ട് മാറും. അതായത് ആംഗിള് കോംപ്ലിമെന്റ് ആംഗിൾ ആയിട്ട് മാറുമ്പോൾ ആരായി മാറും? കോസ് ആരായി മാറും? സൈൻ ആവും. സൈൻ ആണെങ്കിൽ ആരായി മാറും? കോസായി മാറും. അതാണ് പഠിക്കുന്ന പ്രോപ്പർട്ടി. അപ്പൊ കോസ് 54 എന്ന് പറയുമ്പോൾ എനിക്ക് ആംഗിൾ എന്താക്കി മാറ്റണം? 36 ആക്കണം. അപ്പൊ 54ന്റെ കോംപ്ലിമെന്റ് ആംഗിൾ ആയിരുന്നു പറയുന്നത് 36. അപ്പൊ 54 കോംപ്ലിമെന്റ് ആംഗിൾ ആയ 36 ആയി മാറുമ്പോൾ കോസ് ആരിലേക്ക് വഴി മാറും? സൈനിലേക്ക് വഴി മാറും. കോസ് ആരായി മാറും? സൈനായി മാറും. അപ്പൊ കോസ് സ്ക്വയർ 54 ആരായി മാറും? സൈൻ സ്ക്വയർ 36 ആയിട്ട് മാറും. അപ്പൊ ടീച്ചർ തുടങ്ങട്ടെ. അത്രേ ഉള്ളൂ. ഡിറ്റർമിനന്റ് കോസ് സ്ക്വയർ 54 ആരായി മാറി? സൈൻ സ്ക്വയർ 36. നെക്സ്റ്റ് അടുത്തത് കോസ് സ്ക്വയർ 36. കാരണം നമുക്ക് എന്ത് ചെയ്യണ്ട? ആംഗിൾ സെയിം ആക്കാനാണ് നമ്മൾ ഈ പണി കാണിച്ചത് അല്ലെ? പിന്നെ കോട്ട് 135. അത് കുറച്ചും നല്ലൊരു ആംഗിൾ. അവിടെ നിൽക്കട്ടെ. കോട്ട് 135 ഡിഗ്രി. ഇനി ചോട്ടിൽ നോക്കൂ. ഇതിൽ ആരെ കോംപ്ലിമെന്റ്? 53ന്റെ കോംപ്ലിമെന്റ് അല്ലേ 37 എന്ന് പറയുന്നത്? അതെ. അപ്പൊ എന്ത് ചെയ്യണം? സൈൻ 53 എന്ന് പറയുന്നത് 53ന്റെ കോംപ്ലിമെന്റ് ആരാണ്? 37. കോംപ്ലിമെന്റ് ആംഗിൾ മാറുമ്പോൾ സൈൻ ആരായി മാറും? കോസായി മാറും. കോസ് 37 ആയിട്ട് മാറും. അപ്പൊ സൈൻ സ്ക്വയർ എന്ന് പറയുന്നത് ആരോട് ഈക്വൽ? സൈൻ സ്ക്വയർ 53 പറഞ്ഞാൽ ആരോട് ഈക്വൽ ആണ്? കോസ് സ്ക്വയർ 37നോട് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ എന്ത് എഴുതാണ്? കോസ് സ്ക്വയർ 37. നെക്സ്റ്റ് കോട്ട് 135. പിന്നെ ആരാ? സൈൻ സ്ക്വയർ. ഉണ്ടോ? ആംഗിൾ സെയിം ആയതുകൊണ്ടോ? ആംഗിൾ സെയിം ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ സൈനിനെ മാറ്റി ആരെ വാങ്ങി? കോസിനെ വാങ്ങി. അതെന്ത് ചെയ്തു? കോംപ്ലിമെന്റ് ആംഗിൾ തിരിയുമ്പോൾ സൈൻ ആരായി മാറി? കോസ് ആയിട്ട് മാറി. നമുക്ക് ആരിലെ നിർബന്ധം വേണമായിരുന്നു? ആംഗിൾ സെയിം ആവണം നമുക്ക് നിർബന്ധം വേണമായിരുന്നു. അതിനുവേണ്ടി നമ്മൾ ആരെ സാക്രിഫൈസ് ചെയ്തു? സൈനിനെ കോസിന് വേണ്ടി വിട്ടുകൊടുത്തു. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് കോട്ട് 135 ഡിഗ്രി. നെക്സ്റ്റ് ആരാ കുട്ടികളെ? കോസ് സ്ക്വയർ 25 65. അഗൈൻ എന്താണ്? കോംപ്ലിമെന്റ് ആംഗിൾസ്. ആംഗിൾസ് കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നണം കേട്ടോ. ഇത് കോംപ്ലിമെന്റ് ആംഗിൾ ഒക്കെയാണെന്ന് തോന്നണം. അത് ചെയ്തിട്ട് ഞാൻ തോന്നി വരുള്ളൂ. അപ്പൊ 25 ഉണ്ട് 65 ഉണ്ട് അല്ലെ? അപ്പൊ കോസ് 25 ആണുള്ളത്. എനിക്ക് 25 എന്താക്കി മാറ്റണം? 65 ആക്കി മാറ്റണം. വേണമെങ്കിൽ 65 എന്താക്കാം? 25 ആക്കാം. ടീച്ചർ ആദ്യം കാണുന്ന ആംഗിളിലേക്ക് ആക്കി മാറ്റണമെന്ന് മാത്രം. അപ്പൊ 25 എന്താക്കാം? എനിക്ക് 25 വേണം. അപ്പൊ 25 കോസ് 25 എപ്പോഴാവുക? സോറി തെറ്റിപ്പോയി. കോസ് 25 എന്താക്കാണ്? 65 ആക്കി മാറ്റണം. കോസ് 25 എപ്പോഴാ 65 ആവുക? കോംപ്ലിമെന്റ് ആംഗിൾ മാറ്റുമ്പോ ആര് മാറി? സൈൻ 65 ആയി മാറി. അപ്പൊ എന്തായി? കോസ് സ്ക്വയർ 25 എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ 65 ആയി. അപ്പൊ 25 എന്താക്കി മാറ്റുന്നത്? 65 ആക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ എന്ത് ചെയ്യണം? വേണമെങ്കിൽ കോസ് സ്ക്വയർ 25 പകരം സൈൻ സ്ക്വയർ എഴുതാം. എന്തുവേണമെങ്കിലും എഴുതാട്ടോ. അപ്പൊ എന്ത് എഴുതി? സൈൻ സ്ക്വയർ 65. സൈൻ സ്ക്വയർ 65 ഡിഗ്രി. അടുത്തെന്താണ്? കോസ് സ്ക്വയർ 65 ഡിഗ്രി. ക്ലിയർ ആയെന്ന് ചോദിക്കുന്നു. ഇപ്പൊ എന്താ? ആംഗിൾ സെയിം ആയില്ലേ? ഇനി ഉണ്ട് സൈൻ സ്ക്വയർ ഒരു ആംഗിൾ, കോസ് സ്ക്വയർ സെയിം ആംഗിൾ. അപ്പൊ എന്താ ഉണ്ടാവുക? രണ്ടുകൂടി കൂട്ടിയാൽ ഉണ്ടാവുക 1 അല്ലേ ഉണ്ടാവുക? അതെ. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഈക്വൽ ടു 1. അതുപോലെ കോസ് സ്ക്വയർ ഒരു ആംഗിൾ ആണ്, സൈൻ സ്ക്വയർ സെയിം ആംഗിൾ ആണ്. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 1. ഇവരെ രണ്ടുപേരും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 1. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാവർക്കും കോമൺ ആയിട്ട് ആരുണ്ട്? കോട്ട് 135 ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. C1ലേക്ക് എല്ലാവരും കൂട്ടികൾ എഴുതാം. എന്തൊക്കെ എഴുതാം? എല്ലാവരെയും കൂട്ടിയിട്ട് C1ലേക്ക് എഴുതാം. അപ്പൊ C1 എന്ന് പറഞ്ഞാൽ C1 പ്ലസ് C2 പ്ലസ് C3. C1 എനിക്ക്
കോളത്തിലേക്ക് ഫസ്റ്റ് കോളത്തിലേക്ക് എല്ലാവരും കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് കോളത്തിലേക്ക് ആക്കി എഴുതുന്നു. അപ്പൊ അത് എന്തിനു വേണ്ടിട്ടാ? അപ്പൊ എന്തായി മാറും? ഇവിടെ സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ ഉണ്ട്, അവരെന്തായി മാറും? 1 ആയി മാറും. പിന്നെ കോട്ട് 135 അറിയുന്നുണ്ടോ? ഇവിടെ അതുപോലെ എന്തുണ്ട്? സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഉണ്ട്, അപ്പൊ അത് 1 ആയി മാറും. പിന്നെ അതിന്റെ കോട്ട് 135 മുകളിലുണ്ടായിരുന്നു, അതേപോലെ തന്നെ താഴെയും അതുപോലെ തന്നെ സംഭവിക്കും. അപ്പൊ ടീച്ചർ അത് എഴുതാണ്. എന്ത് വരും? കൂട്ടി എഴുതുമ്പോ സൈൻ സ്ക്വയർ 36 പ്ലസ് കോസ് സ്ക്വയർ 36 പിന്നെ എന്തുണ്ട്? കോട്ട് പ്ലസ് കോട്ട് 135. നെക്സ്റ്റ് ഇവിടെ എന്ത് വരും? കോസ് സ്ക്വയർ 37 പ്ലസ് കോട്ട് 135 പ്ലസ് സൈൻ സ്ക്വയർ 37. നെക്സ്റ്റ് എന്താ? കോട്ട് 135 പ്ലസ് സൈൻ സ്ക്വയർ 65 പ്ലസ് കോസ് സ്ക്വയർ 65. ഇനി നെക്സ്റ്റ് കോളംസ് അതേപോലെ തന്നെ എഴുതുക. എന്താണ്? കോസ് സ്ക്വയർ 36 ഡിഗ്രി, കോട്ട് 135 ഡിഗ്രി, പിന്നെന്താ? സൈൻ സ്ക്വയർ 65 ഡിഗ്രി. ഇനി അടുത്തത് കോട്ട് 135 ഡിഗ്രി, സൈൻ സ്ക്വയർ 37 ഡിഗ്രി, കോസ് സ്ക്വയർ 65 ഡിഗ്രി. ഓക്കെ, ഇതെന്തായി മാറും? 1. ഇതും കൂടെ എന്തായി മാറും? 1. പിന്നെ ഇതിലെന്തായി മാറും? 1. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ടീച്ചർ ഇവിടെ ഇത് അതുപോലെ തന്നെ എഴുതാനേ, നമ്മൾ അതൊക്കെ സെയിം ആയിട്ട് നോട്ടെ. 1 പ്ലസ് കോട്ട് 135, 1 പ്ലസ് കോട്ട് 135, 1 പ്ലസ് കോട്ട് 135 അല്ലേ? അപ്പൊ കോട്ട് 135 എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് നോക്കിക്കൂടെ? 135 എന്ന് പറഞ്ഞാൽ 90 പ്ലസ് 45. എന്താണ്? 90 പ്ലസ് 45. കോട്ട് 135 ആണ്. കോട്ട് 135 ആണ്. എന്താണ്? 90 പ്ലസ് 45. അപ്പൊ ഇത് എന്ത് ചെയ്യണം? നമുക്ക് ഇതിന്റെ ഫിഗർ എന്ന് വരയ്ക്കാം. ഇതല്ലേ 90 അല്ലെങ്കിൽ 5/2 എന്ന് പറയുന്നത്. 5/2 പ്ലസ് 45 എന്ന് പറയുമ്പോൾ അറിയാമോ? അത് ഏത് ക്വാർട്ടറിലാണ് വരിക? സെക്കൻഡ് ക്വാർട്ടറിലാണ്. പ്ലസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കാണ് അല്ലേ? കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ സെക്കൻഡ് ക്വാർട്ടറിലേക്ക് കടന്നു. അപ്പൊ എവിടെയാവും? സെക്കൻഡ് ക്വാർട്ടറിലാണ് എടുക്കുന്നത്. അപ്പോ കോട്ട് നമ്മൾ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിക്കാത്തവരുണ്ടെങ്കിൽ കൂടി ശ്രദ്ധിക്കുക. കോട്ട് 90 വന്നു കഴിഞ്ഞാൽ കോട്ടൊക്കെ ടാനായി മാറും, ടാനൊക്കെ ആരായി മാറും? കോട്ടായി മാറും. ഓക്കെ, 90 കണ്ട അങ്ങനെ കരുതുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ? കോസ് 90 വന്നപ്പോൾ ആരായി മാറി? സൈനായി മാറി. സൈൻ 90 വരുമ്പോൾ ആരായി മാറും? കോസായി മാറും. അതുപോലെ സീക്ക് കൊസീക്കാവും, കൊസീക്ക് ആരായി മാറും? സീക്കായി മാറും. അപ്പൊ ഇവിടെ കോട്ട് 90 കണ്ടുമ്പോ അപ്പൊ തന്നെ ആരായി മാറി? ടാൻ ആയി മാറി. ടാൻ 45. ടാൻ എന്തായി മാറി? ടാൻ 45. അതായത് കോട്ട് ഓടി ചെന്ന് 90 വിഴുങ്ങുമ്പോൾ 90 ആയതുകൊണ്ട് മാത്രം കോട്ട് ആരായി മാറി? ടാനായി മാറി. പിന്നെ ആരുള്ളൂ? ടാൻ 45. ഓക്കെ, ഇനി ഇത് ഏത് ക്വാർട്ടർ? ഇത് 135 ഏത് ക്വാർട്ടറിലായിരുന്നു? സെക്കൻഡ് ക്വാർട്ടറിലായിരുന്നു. സെക്കൻഡ് ക്വാർട്ടറിൽ കോട്ട് ആരായിരുന്നു? നെഗറ്റീവ് ആയിരുന്നു. കോട്ട് ആരായിരുന്നു? നെഗറ്റീവ്. അപ്പൊ നെഗറ്റീവോടെ വരും. അപ്പൊ നെഗറ്റീവ് ടാൻ 45 ആണ് വരും. ഓക്കെ, എന്താ കിട്ടുക? കോട്ട് 135 എന്തായി മാറി? മൈനസ് ടാൻ 45 ആയിട്ട് മാറി. ടാൻ 45 വന്നെന്ന് പറയാം, മൈനസ് 1 ആയി മാറി. ഓക്കെ, ഞാൻ മൈനസിനോട് നോക്കുമ്പോൾ ഇത് വരും 1 - 1 0 അല്ലേ? which is equal to ഡിറ്റർമിനന്റ് വരും 1 - 1 0, 1 - 1 0 0 പിന്നെ സംതിങ്. ഒരു കോളം ഫുള്ള് 0 വരികയാണെങ്കിൽ നമുക്ക് ഈ കോളം വെച്ച് ഡിറ്റർമിനന്റ് ഇവിടെ. അപ്പൊ എന്താ വരിക? കംപ്ലീറ്റ് 0 ആയി സ്ഥിതിക്ക് ഡിറ്റർമിനന്റ് എന്തായിരിക്കും? 0. ഡിറ്റർമിനന്റ് എന്തായിരിക്കും? 0. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. എന്തൊക്കെയാ അപ്പൊ ചെയ്തത്? ജസ്റ്റ് എന്ത് ചെയ്തു? ഡിറ്റർമിനന്റ് എഴുതി. കംപ്ലീറ്റ് എന്താണ് ആൾക്കാർ ഒക്കെ ട്രിഗണോമെട്രിയാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആദ്യം കത്തേണ്ട കാര്യം, ആദ്യം തലമുണ്ടേക്ക് കത്തേണ്ടത് 54 പിന്നെ 36 അവർ കോംപ്ലിമെന്റ് ആംഗിൾ ആണ്. അപ്പൊ എന്താണ് കോംപ്ലിമെന്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടി കൂട്ടുമ്പോൾ 90 കിട്ടും. അവർ 53 37 25 65 കോംപ്ലിമെന്റ് ആംഗിൾസ് ആണ്. ഈ കോംപ്ലിമെന്റ് ആംഗിളിന്റെ പ്രത്യേകത, എനിക്ക് ഇതിനുള്ള സെയിം ആംഗിൾ ആക്കണമെങ്കിൽ ഇതിനെന്ത് ചെയ്യാം? 36 ആക്കാം. പക്ഷെ 36 ആക്കുമ്പോൾ കോസ് 54 36 ആയി മാറുമ്പോൾ കോസ് ആയി മാറും? സൈൻ ആയി മാറും. അതായത് കോസ് 90 - a എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എ ആണ്. അപ്പൊ കോസ് 54 എനിക്ക് അതിന്റെ കോംപ്ലിമെന്റ് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ കോസ് ആരായി മാറണം? സൈൻ ആയി മാറണം. അപ്പൊ കോസ് 54 ആരോട് ഇരിക്കലാണ്? സൈൻ 36 ഓട് ഇരിക്കലാണ്. അതുപോലെ സൈൻ 53 ആരോട് ഇരിക്കലാണ്? സൈൻ 53 ആരോട് ഇരിക്കലാണ്? അത് 37. ഇവിടെ 37 ആക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ മാറണം. ഇവിടെ എന്തായി മാറും? കോസ് 53 ഓട് ഇരിക്കലാണ്. അതുപോലെ കോസ് 25 മാറ്റി 65 ആക്കണമെന്നുണ്ടെങ്കിൽ കോസ് ആരായി മാറും? സൈനായി മാറും. അപ്പൊ എങ്ങനെ അവരുടെ സ്ക്വയറുകളും അതേപോലെ തന്നെ അവിടെ ഓക്കെ. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ അതുപോലെ മാറ്റി എഴുതി. കോസ് സ്ക്വയർ 56 എന്നുള്ളത് സൈൻ സ്ക്വയർ ആയി മാറി, 36 ആയി മാറി. അതങ്ങനെ എല്ലാം മാറ്റി എഴുതി. ഇവിടെ കോസ് സ്ക്വയർ 37 ആയി മാറി. ഇവിടെ അതുപോലെ എന്താ? സൈൻ സ്ക്വയർ 65. നമുക്കറിയാം ഇവർ തമ്മിൽ കൂട്ടുമ്പോൾ 1 ആണ്, ഇവർ തമ്മിൽ കൂട്ടുമ്പോൾ 1 ആണ്, ഇവർ തമ്മിൽ കൂട്ടുമ്പോൾ 1 ആണ്. അപ്പൊ നമ്മൾ എന്ത് അവരെ ആഡ് ചെയ്ത് കിട്ടാനായിട്ട് പലരും പല സ്ഥലത്ത് എടുക്കുന്നതുകൊണ്ട്
C1ലേക്ക് എല്ലാ കോളത്തിനും നമ്മൾ ഞാൻ എന്ത് ചെയ്തു ആഡ് ചെയ്ത് കേൾക്കും. C1ലേക്ക് എല്ലാവരെയും ഞാൻ എന്ത് ചെയ്ത് ആഡ് ചെയ്ത് കേൾക്കും. അപ്പൊ ആഡ് ചെയ്ത് കേൾക്കുമ്പോൾ C1 മാത്രം എങ്ങനെ വരും, മറ്റ് 2 കോളംസ് അതേപോലെ തന്നെ കിടക്കുന്നു. അപ്പൊ നമ്മൾ C1 കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, കാരണം നമുക്ക് ചെയ്യാനുള്ളത് C1ലാണ്. അപ്പോൾ ഇത് +1 ആയിട്ട് sin square a + cos square = 1 എന്നുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ എല്ലാവരും 1 ആവും. പിന്നെ അതിന്റെ കൂടെ എല്ലായിടത്തും എന്തായിരിക്കും, കോസ്റ്റ് 135 ഉണ്ട്. അപ്പൊ കോട്ട് 135 എന്ന് പറയണം. കോട്ട് 135 എന്ന് പറഞ്ഞാൽ കോട്ട് 90 + 45 ആണ്. അഗൈൻ 90 ആണ്. 90 കണ്ടാൽ എപ്പോൾ ആള് മാറും, കോട്ടാനായി മാറും, ടാനായി മാറും. അപ്പൊ tan 45 ആണ്. ഇനി 135 എന്ന് പറഞ്ഞ ആംഗിൾ എവിടെയാണ്, സെക്കൻഡ് ക്വാഡ്രന്റില്. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോട്ട് ആരാണ്, നെഗറ്റീവ് ആണ്. ആ നെഗറ്റീവ് ആർക്ക് കിട്ടും, ടാനിന് കിട്ടും. അപ്പൊ -tan 45 = -1. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇതൊക്കെ എന്ത് ചെയ്യരുത്, ഫാഷൻ നിങ്ങൾ ഇതൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പൊ ഇതൊക്കെ വൃത്തിയായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അപ്പൊ അവിടെ -1 ആണ്. അപ്പൊ ഇവിടെ എല്ലായിടത്തും +1 ഉണ്ട്. +1 - 1 0, +1 - 1 0, +1 - 1 0. ഇതെല്ലാം 0 ആണ്. ഒരു കോളം ഫുള്ള് 0 ആണെങ്കിൽ വിറ്റുമണി എന്തായിരിക്കും വരിക, 0 ആയിരിക്കും. അപ്പൊ ഒന്ന് നോട്ട് ചെയ്യൂ. അപ്പോ 2014 ചോദ്യം കാണാം അല്ലെ. If A1, A2, A3 are in AP arithmetic progression, then the value of determinant A1, A2 1, A2, A3 1, A3, A4 1. ഇത് ഡിറ്റർമിനന്റ് ആണ് കാണുന്നത്. ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്താ, A3 - A1. സെക്കൻഡ് ഓപ്ഷൻ A1 + A4 / 2. തേർഡ് ഓപ്ഷൻ 1. ഫോർത്ത് ഓപ്ഷൻ A2 + A3 / 2. ലാസ്റ്റ് ഓപ്ഷൻ 0. അപ്പൊ ഇവിടെ എന്താ, AP എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആയിരിക്കും. അതായത് A2 - A1, A3 - A2, A4 - A3 ഒക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഡിറ്റർമിനന്റ് കാണുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, കോൺസ്റ്റന്റ് എഴുതുന്നുണ്ടോ എന്ന് ആദ്യം നോക്കൂ. എന്തെങ്കിലും കോൺസ്റ്റന്റ് ഉണ്ടോ പുറത്തേക്ക്, ഇല്ല. എവിടെയും കോമൺ ആയിട്ട് ഒന്നും കാണാനില്ല. പൊട്ടിച്ചെഴുതാനില്ല. പൊട്ടിച്ചെഴുതാൻ പ്ലസ് ചെയ്തിട്ടില്ലോ, ഇല്ല. ഇനി 1 ഉണ്ട്. 1 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് 0 ആക്കി എഴുതാം. എന്താക്കി എഴുതാം, 0 ആക്കി എഴുതാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ 1 0 ആക്കുമ്പോൾ എന്ത് സംഭവിക്കും, A3 - A2, അതുപോലെ A2 - A1 കോൺസ്റ്റിറ്റ്യൂട്ടീവ് എലമെന്റ്സ് ആണ് അല്ലെ. നെക്സ്റ്റ് ആണെങ്കിൽ ഇവർ രണ്ടുപേരും മൈനസ് ചെയ്യാം. ആ രണ്ടുപേരും ഇവർ രണ്ടുപേരും മൈനസ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, A4 - A3 അത് കോമൺ ഡിഫറൻസ് ആയിട്ട് വരും. അതുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ടീച്ചർക്ക് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇവർ രണ്ടുപേരും 0 ആക്കുന്നു. ആരെ രണ്ടുപേരും, R2-ലെ 1-നെയും R3-ലെ 1-നെയും 0 ആക്കുന്നു. ആദ്യത്തെ എന്താണ്, R1. അപ്പൊ യാതൊരു വിധ ചേഞ്ചും ഇല്ല. അപ്പൊ ഇത് R1 അതുപോലെ തന്നെ എഴുതുന്നു, A1, A2 1. നെക്സ്റ്റ് എന്ത് ചെയ്യണു, ഞാൻ എന്ത് 0 ആക്കല്ലേ വേണ്ടത്. അപ്പൊ ഞാൻ ഇത് മൈനസ് ചെയ്ത്, ഏത് മൈനസ് ചെയ്ത്, R2 - R1. അപ്പൊ R2 ചേഞ്ച് ആവുന്നത് R2 - R1. ആർക്കാണോ ചേഞ്ച് ചെയ്യുന്നത് അയാളിൽ നിന്ന് വേണം മൈനസ് ചെയ്യാൻ. അപ്പൊ 1 - 1 എന്താ വരിക, 0. A3 - A2, A3 - A2, A2 - A1, A2 - A1. ക്ലിയർ ആണല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവർ രണ്ടുപേരും മൈനസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇവരെ മൈനസ് ചെയ്യുന്നത്. കാരണം A4 - A3 വരും. അതെന്താ, കോമൺ ഡിഫറൻസ് D അല്ലേ. തിരിച്ചു ചെയ്താൽ കിട്ടുന്നില്ല കേട്ടോ. നമുക്ക് ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ കുറച്ചും കൂടി എളുപ്പം A4 - A3 ആണ്. അപ്പൊ R3 ചേഞ്ചസ് ടു R. ഇവർ രണ്ടുപേരും മൈനസ് ചെയ്യാനല്ലേ പറഞ്ഞത്. ആരിൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം, R3 ആയതുകൊണ്ട് R3 നിന്ന് ആരെ മൈനസ് ചെയ്യണം, R2-നെ മൈനസ് ചെയ്യണം. അപ്പൊ 1 - 1 0. ഇത് മൈനസ് 0. അപ്പൊ എന്ത് വരും, A4 - A3. ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും, A3 - A3. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 2 0 ആയില്ലേ. അപ്പൊ ഇനി ഈ കോളം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമിനന്റ് ചെയ്യണം. അപ്പൊ പൊസിഷന്റെ സൈൻ മറക്കരുത്. ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. പ്രശ്നമില്ല, പ്ലസ് തന്നെയാണ്. അപ്പൊ 1 × എന്ത് ചെയ്യണം, നമുക്ക് ഇത് എന്താ സാധനം, ഇതെന്താ D അല്ലേ. ഇത് ഇവിടെ D ആണ്, ഇവിടെ D ആണ്, ഇവിടെ D ആണ്, ഇവിടെ D ആണ്. ഇവിടെ A1, A2 1 0 0. ഇത് ഡിറ്റർമിനന്റ് കാണുമ്പോൾ എന്ത് സംഭവിക്കും, എങ്ങനെ വരിക, അത് കോമൺ ഡിഫറൻസ് അല്ലേ. കോമൺ ഡിഫറൻസ് ആണ് T എന്ന് എഴുതിയ ടീച്ചർ. A2 - A1, A3 - A2, A3 - A2, A4 - A3. ഇതൊക്കെ എന്താണ്, കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ D2 - D2 = 0. അപ്പൊ ഉത്തരം എന്താ, ആൻസർ എന്താ, ഓപ്ഷൻ E 0. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോട്ട് ചെയ്യാം കേട്ടോ. ഡിറ്റർമിനന്റിലെ ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ട്രയാങ്കിളിന്റെ വെർട്ടെക്സുകൾ തന്നു കഴിഞ്ഞാൽ, ഒരു ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. നമുക്ക് ലെങ്ത് കണ്ടെത്താനാലൊക്കെ കണ്ടുപിടിക്കാൻ അറിയാം. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ വെർട്ടിസസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമിനന്റ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ നോക്കാം, ഈ ട്രയാങ്കിളിന്റെ ഫസ്റ്റ് വെർട്ടെക്സ് എന്താണ്, x1 y1, രണ്ടാമത് x2 y2, മൂന്നാമത് x3 y3. അപ്പൊ ഏരിയക്ക് ഇതേ ഇക്വേഷൻ ഉള്ളൂ. ഏരിയ = ½ ഇൻറ്റു, എപ്പോഴും ഹാഫ് നിർബന്ധമാണ്, ഇൻറ്റു x1 x2 x3. അതായത് x കോർഡിനേറ്റ്സ് മാത്രം ആദ്യം എഴുതുക. y1
y2 y3 y കോർഡിനേറ്റ് മാത്രം എഴുതാം, പിന്നെ ഒന്നുമില്ലല്ലോ. 1 1. ഇതാണ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ യൂസിങ് ദ വെർട്ടിസസ്. എന്താണ് വെർട്ടിസസ് ഉപയോഗിച്ച്? വെർട്ടിസസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിനി എന്ത് കാണാം? നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ എന്താണ് ഇക്വേഷൻ? ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എക്സ് കോർഡിനേറ്റ്സ് താഴത്തേക്ക് ചെയ്ത് y കോർഡിനേറ്റ്സ് ചെയ്ത് പിന്നെ 1 1 1. അത് തിരിച്ചെഴുതിയാൽ കുഴപ്പമില്ല കേട്ടോ. ഇതിന്റെ ട്രാൻസ്പോസ് എഴുതി കഴിഞ്ഞാൽ ഡിറ്റർമിനന്റിൽ മാറ്റം ഉണ്ടാവില്ല എന്നറിയാം. x1 x2 1 y1 y2 1 അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോറി x1 x2 x3 y1 y2 y3 1 1 1 ഇങ്ങനെ എഴുതിയാലും മാറ്റമൊന്നുമില്ല. കാരണം ട്രാൻസ്പോസ് എന്ത് ബാധിക്കില്ല? ഡിറ്റർമിനന്റ് ബാധിക്കില്ല, ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യും, ഇതിന് പ്രോബ്ലം ചെയ്യാം. 2014 ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്താണിത്? ഇഫ് ഡിറ്റർമിനന്റ് ഓഫ് 2a x1 y1 2b x2 y2 2c x3 y3 which is equal to എന്താണ്? a b c divided by 2 which is not equal to 0. അതെന്തല്ല? 0 അല്ല. Then the area of the triangle whose vertices are x1 by a y1 by a x2 by b y2 by b x3 by c y3 by c is okay. ഈ സംഭവം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വെർട്ടെക്സുകൾ വരുന്ന ഏത് വെർട്ടെക്സുകൾ വരുന്ന? x1 by a y1 by a x2 by b y2 by b x3 by c y3 by c. ഇതിന്റെ ഏരിയ എന്താവുന്ന ചോദിക്കുന്നത് അല്ലെ? ഇതിന്റെ ഏരിയ എന്താ ചെയ്യുന്നത്? നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യണം? ഡിറ്റർമിനന്റ് കാണണം അല്ലെ? ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് നമുക്ക് അറിയാവുന്നതല്ലേ? എന്താ പറഞ്ഞോ? എന്താ ചെയ്യാ? ഫസ്റ്റ് കോർഡിനേറ്റ് ഇങ്ങനെ എഴുതാം അല്ലെ? എക്സ് കോർഡിനേറ്റ് കൊടുത്ത് താഴത്തേക്ക് എഴുതാം. x1 by a x2 by b x3 by c. അതുപോലെ എന്ത് ചെയ്യണം? y1 by a y2 by b y3 by c x1 1 1. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതുമായി നമ്മൾ എന്ത് ചെയ്യണം? ബന്ധപ്പെടുത്തണം. ഇതുമായിട്ട് ബന്ധപ്പെടുത്തണം. അപ്പൊ എന്ത് ചെയ്യണം? നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനെ നമുക്കൊരു കാര്യം ചെയ്യാം. എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് റോനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, സെക്കൻഡ് റോനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, തേർഡ് റോനെ എന്ത് ചെയ്യാം? സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ പുറത്ത് ഞാൻ എന്ത് ചെയ്യുവാണ്? ഞാനൊരു കാര്യം എക്സ്ട്രാ ചെയ്യുമ്പോൾ പുറത്ത് നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലെ? അപ്പൊ ഇൻറ്റു ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് നശിപ്പിക്കുക? ഡിവൈഡ് ചെയ്ത് നശിപ്പിക്കാം. അപ്പൊ 1/2 ABC. ഓക്കെ, 1/2 ABC. കാരണം ABC കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കാരണം ഞാൻ ഇതിന്റെ അകത്ത് ഫുള്ള് ഫസ്റ്റ് റോ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ എ കൊണ്ട് ഡിവൈഡ് ചെയ്തു പുറത്ത്, ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ബി കൊണ്ട് ഡിവൈഡ് ചെയ്തു, സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, സി കൊണ്ട് പുറത്ത് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? x1 y1 ഇവിടെ എന്ത് വരും? a x2 y2 b x3 y3 c അല്ലേ? ഓക്കെ. അപ്പോ ഇനി ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് ഏതാണ്ട് ഒരു ബന്ധമുണ്ടല്ലോ. എന്താ ബന്ധം? ഇതിപ്പോ രണ്ടും സെയിം ആണോ? ഇല്ല. എന്ത് വ്യത്യാസം? x1 x2 x3 ഉണ്ട്, y1 y2 y3 ഉണ്ട്. ഇവിടെ a b c ആണ്. ഇവിടെ 2 2 2 ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 2 കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? താഴെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ 2 2 2 ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓൾറെഡി 2 കൊണ്ട് അപ്പൊ എന്തായി മാറും? 4 1/4 ABC ആയിട്ട് മാറും അല്ലെ? ഇനി ഇത് രണ്ടും സെയിം ആണോ നോക്കണം അല്ലെ? ഈ രണ്ട് മാട്രിക്സും സെയിം ആണോ എന്ന് നോക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ജസ്റ്റ് എന്താണ്? നമുക്ക് രണ്ടും വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ 2a ലാസ്റ്റ് ആണ്. അപ്പൊ 2a നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യണം വേണ്ടേ? ഈ 2a എടുത്ത് ഇതുപോലെ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഫസ്റ്റ് കോളമായിട്ട് വരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ തേർഡ് കോളവും ഫസ്റ്റ് കോളവും എന്ത് ചെയ്യുന്നു? ഇന്റർചേഞ്ച് ചെയ്യുന്നു. അപ്പൊ 1/4 ABC ഡിറ്റർമിനന്റ് ഓഫ് എന്ത് ചെയ്യുന്നു? ഇന്റർചേഞ്ച് ചെയ്യണേ. 2a 2b 2c. ഇവിടെ x1 x2 x3 y1 y2 y3. ഒരു കാര്യം മറന്നുപോയി. എന്തൊക്കെ നെഗറ്റീവ് ഇട്ടിട്ടില്ലല്ലോ? പുറത്ത് നെഗറ്റീവ് ഇടണ്ടേ? ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞില്ലേ? ഓക്കെ. ഇപ്പോഴും സെയിം ആയോ? ഇല്ല. 2a 2b 2c ഓക്കെയാണ്. പക്ഷെ ഇവിടെ ഇവർ രണ്ടുപേരും ഇന്റർചേഞ്ച് ചെയ്യണ്ടേ? ഇവരും കൂടി എന്ത് ചെയ്യണം? ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ ചെയ്യുമ്പോൾ വരും 1/4 ABC. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും ഇന്റർചേഞ്ച് ചെയ്യാണ്. അപ്പൊ 2a 2b 2c. ഇവിടെ x1 x2 x3 y1 y2 y3. അപ്പോൾ നെഗറ്റീവ് പുറത്തേക്ക് വന്നില്ലേ? ആ നെഗറ്റീവും ഈ നെഗറ്റീവും കൂടി രണ്ട് നെഗറ്റീവുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു? പോസിറ്റീവായി മാറി. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്കറിയാം. ഇത് എന്തിനോട് ഈക്വലാണ്? ABC/2 നോട് ഈക്വലാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ABC/2 ഇറ്റ് ഇസ് ഈക്വൽ ടു 1/4 ABC ഇൻറ്റു ABC ഡിവൈഡ് ബൈ 2 അല്ലേ? ഞാൻ അവിടെ എഴുതി. ഇതെന്ന് പറഞ്ഞാൽ ABC ഡിവൈഡ് ബൈ 2. അപ്പൊ ABC ABC ക്യാൻസൽ ആയി.
അപ്പോൾ is equal to 1/8. 1/8 ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, 1/8 ഓപ്ഷൻ ഡി. അപ്പോൾ നമ്മുടെ എന്ത് കഴിയാണ്? ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് നോക്കണം. അത്യാവശ്യം ധാരാളം ചോദ്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്ത് തന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് കിട്ടുന്നില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളോട് ചോദിക്കണം. ഒന്നെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ആപ്പിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ താഴെ കമന്റിലോ എന്തെങ്കിലും ചെയ്യണം. എന്തെങ്കിലും ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പറയണം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ പറയണം. ഒരു ചാപ്റ്റർ കഴിയണം. മാട്രിക്സസ് ആൻഡ് ഇൻട്രവെൽ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ട് വരുന്നു. ഓക്കെ, ബൈ. നോട്ട് ചെയ്യും.